ഒരു വാഹനാപകടവുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങളിലേക്ക് നമ്മൾ കടക്കുകയാണ്. കഴിഞ്ഞ മണിക്കൂർ നമ്മൾ ചെറുതായി ഒന്ന് പറഞ്ഞു പോയായിരുന്നു. അത് തൃശൂർ കൊരട്ടിയിലുണ്ടായ വാഹനാപകടം. 2 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് സങ്കടകരം. കാറ് നിയന്ത്രണം വിട്ട് ഒരു മരത്തിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. കോതമംഗലം സ്വദേശിയായ ജെയ്മോനും മകൾ ജോയന്ന 2 പേർക്കും ജീവൻ നഷ്ടപ്പെട്ടു. ഇവർക്ക് ഒപ്പം ഉണ്ടായിരുന്നവർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. വിവരങ്ങളുമായി നമുക്കൊപ്പം ലെവിൻ കെ വിജയനുണ്ട്. ലെവിൻ, രാവിലെ തന്നെ സങ്കടകരമായ വാർത്തയാണ് പുറത്തു വരുന്നത്. തീർച്ചയായും സേതു അത്തരത്തിൽ തന്നെയാണ്. തൃശ്ശൂരിൽ നിന്ന് ഇന്നത്തെ പങ്കുവെക്കേണ്ട വരുന്ന ആദ്യ വാർത്ത അത്യന്തം ദുഃഖകരമായ വാർത്തയാണ്. ഒരു കുടുംബത്തിനാകെ ഉണ്ടായ ദുരന്തത്തിൻ്റെതായിട്ടുള്ള വാർത്ത തന്നെയാണ് ഇതെന്ന് നിസ്സംശയം പറയാം. കാരണം 2 പേർ ഇതിനോടകം മരിച്ചു. 2 പേർ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഇന്ന് രാവിലെയാണ് പുലർച്ചെ 4:45 തൃശൂർ കൊരട്ടിയിൽ ദേശീയപാതയിൽ അപകടം നടക്കുന്നത്. കോതമംഗലം സ്വദേശിയായിട്ടുള്ള ജയ്മോനും കുടുംബവും സഞ്ചരിച്ചിരുന്ന മാരുതി 800 വാഹനം റോഡരികിൽ നിന്ന മരത്തിലേക്ക് നിയന്ത്രണം തെറ്റി ഇടിച്ചു കയറുകയും പിന്നീട് വാഹനം നിയന്ത്രണം തെറ്റി മറിഞ്ഞ് ആളുകൾക്ക് ഗുരുതരമായി പരിക്കേറ്റ് അപകടത്തിൽ പെടുകയുമായിരുന്നു. സംഭവത്തിൽ ഫയർഫോഴ്സും മറ്റും എത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് പരിക്കേറ്റ ആളുകളെ വാഹനത്തിനുള്ളിൽ നിന്ന് പുറത്തെടുത്തത്. ഈ സമയത്ത് തന്നെ കോതമംഗലം സ്വദേശിയായ ജയ്മോനും മകൾ ജോയിനെയും അപകടത്തിന് പിന്നാലെ വാഹനത്തിനുള്ളിൽ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു. ജയ്മോന്റെ ഭാര്യ മഞ്ജു, മകൻ ജോയൽ, ഒപ്പമുണ്ടായിരുന്ന മറ്റൊരു ബന്ധുവായിട്ടുള്ള അലൻ എന്ന കുട്ടി എന്നിവരാണ് ഗുരുതരമായ പരിക്കുകളോടെ ഇപ്പോൾ ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടിരിക്കുന്നത്. എറണാകുളം കറുക്കുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിലാണ് ഇവരെ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരിൽ 2 പേരുടെ നില ഗുരുതരമാണ് എന്ന് തന്നെയാണ് പോലീസിൽ നിന്നും മറ്റും അറിയാൻ സാധിച്ചിട്ടുള്ള വിവരം. സ്ഥലത്ത് ചാലക്കുടി ഡിവൈഎസ്പിയുടെ മറ്റും നേതൃത്വത്തിൽ പരിശോധനകൾ നടത്തി. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരെത്തി വാഹനം വെട്ടിപ്പൊളിച്ചാണ് ഇത്തരത്തിൽ ഈ ആളുകളെ രക്ഷപ്പെടുത്തുന്നത്. എന്തുകൊണ്ടാണ് അപകടം എന്നുള്ള കാരണത്തെക്കുറിച്ചുള്ള വിശദമായ പരിശോധനകളാണ് CCTV ദൃശ്യങ്ങളടക്കം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളാണ് പോലീസ് നടത്തുന്നത്. അമിത വേഗതയോ അല്ലെങ്കിൽ ഉറക്കത്തിന്റെ ഭാഗമായി നിയന്ത്രണം നഷ്ടപ്പെട്ടതോ ആകാം എന്നുള്ളതാണ് നിഗമനം. ഈ സമയത്ത് മറ്റു വാഹനങ്ങളൊന്നും ഇവർ സഞ്ചരിച്ച കാറിന് മുന്നിൽ ഇല്ലായിരുന്നുവെന്നും പോലീസ് പറയുന്നു. പിന്നാലെ എത്തിയ ആളുകൾ തന്നെയാണ് വേഗത്തിൽ വിവരം അറിയിച്ചത്. കാർ അപകടത്തിൽപ്പെടുന്നത് കണ്ട് പോലീസിനെയും മറ്റും വിവരം അറിയിച്ചു. വേഗത്തിൽ തന്നെ പോലീസ് സ്ഥലത്തെത്തി. ശരി ഇതോടുകൂടിയാണ് വാഹനം ശരി ശരി ലെവിൻ.